ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ അലീനയും ബാലചന്ദ്രനും കൂടി ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, ഇനി മുതൽ ഈ സാറെന്നുള്ള വിളി കൂടി വേണ്ട. എൻ്റെ മക്കൾ എന്നെ എന്താണോ വിളിക്കുന്നത് അങ്ങനെ വിളിച്ചാൽ മതി. എങ്ങനെയാണ് വിളിക്കേണ്ടത് എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ അലീന ഒരുപാട് സന്തോഷത്തോടെ പറയുന്നുണ്ട്, അച്ഛൻ എന്നാണെന്ന്. ഇനി അങ്ങനെ വിളിച്ചോണം എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. ഇതൊക്കെ കേട്ടിപ്പോൾ അലീനയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. അലീന എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ബാലേന്ദ്രനെ നോക്കി നിന്നിട്ട് പറയുന്നുണ്ട്, അതെ, എനിക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് ഉണ്ടാക്കണം. എന്താ വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എല്ലാവർക്കും എന്താണോ ഉണ്ടാക്കുന്നത് അത് മതി എന്ന് പറയുന്നു. അങ്ങനെ അലീന ഇപ്പോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ബാലചന്ദ്രൻ പത്രം എടുത്ത് വായിക്കുന്നുണ്ട്. അലീന എന്നിട്ട് ഇങ്ങനെ മാറി നിന്നിട്ട് അച്ഛ എന്നിങ്ങനെ 2-3 തവണ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഇത് കേട്ട് ബാലേന്ദ്രൻ വളരെയധികം സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താണ് രാവിലെ കഴിക്കാൻ വേണ്ടത് എന്ന് ഒന്നുകൂടി ഇങ്ങനെ വെറുതെ ചോദിക്കുകയാണ് അലീന. ഇഡ്ഡലി വേണോ ദോശ വേണോ എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുമ്പോൾ എല്ലാം ഓരോ പ്ലേറ്റ് പോരട്ടെ എന്നിങ്ങനെ കളിയാക്കി പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അങ്ങനെ ഇപ്പോൾ അലീന അവിടെ നിന്നും പോവുകയാണ്. ശേഷം ബാലേന്ദ്രൻ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഇങ്ങനെ വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ കമലയാണ് കാണിക്കുന്നത്. കമല ഇപ്പോൾ ശിവേട്ടനെ വിളിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ അലീനയെ കൊണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത്, അവളെ വേലക്കാരിയായിട്ടോ ഹോം നേഴ്സായിട്ടോ ഒന്നും കണ്ടേക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അവൾക്ക് എന്നിട്ട് പുതിയൊരു പദവി കൂടി കൊടുത്തു, ബാലചന്ദ്രൻ്റെ ദത്തുപുത്രി എന്നൊരു പദവി എന്നൊക്കെ ഇങ്ങനെ കമല പറയുമ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട്, ആഹാ, അങ്ങനെയൊക്കെ കൊടുത്തോ? അപ്പോൾ ഇത് അവസാനിപ്പിക്കാൻ ബാലേന്ദ്രൻ ഉദ്ദേശിച്ചിട്ടില്ലേ? എങ്കിൽ എനിക്ക് അയാളെ ഒന്ന് വിളിക്കണമല്ലോ. അയാൾ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ എന്നൊക്കെ ശിവൻ പറയുമ്പോൾ കമല പറയുന്നുണ്ട്, അങ്ങനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ബാലചന്ദ്രൻ ഇപ്പോൾ വലിയ രാജാപ്പാട്ട് കളിക്കുമല്ലേ. അയാളിരുന്ന് ഉത്തരവിടുന്നു, ബാക്കിയുള്ളവർ അനുസരിച്ചോണം, അങ്ങനെ ഒരു രീതിയാണ് എന്നൊക്കെ കമല ഇങ്ങനെ പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, ഞാൻ കുറേ കാര്യങ്ങളൊക്കെ രാജീവൻ പറഞ്ഞറിഞ്ഞായിരുന്നു. അവളെയും കൊണ്ട് പോയി ഏതോ ഒരു റിസോർട്ടിൽ താമസിക്കുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഉടനെ കമല അപ്പോൾ പറയുന്നുണ്ട്, ആ രീതിയിലൊക്കെയാണ് അയാൾ കാണിച്ചു വെക്കുന്നത്. ഇതൊക്കെ എങ്ങനെ വൈജ സഹിക്കുന്നു എന്ന് എനിക്കറിയില്ല. എനിക്കിതൊക്കെ കേട്ടിട്ടേ ദേഷ്യം വരികയാണ്. അതുകൊണ്ട് ശിവേട്ടൻ മിക്കവാറും വരേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ കമല പറയുന്നുണ്ട്. ഉടനെ ഇപ്പോൾ ശിവൻ പറയുന്നുണ്ട്, ഏതായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് പോകട്ടെ, ഞാൻ രാജീവനെ ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം. ഞാൻ വൈകിട്ട് വൈജയന്തിയെ വിളിച്ചോളാം എന്ന് നീ ഒന്ന് വൈജിയോട് പറഞ്ഞേക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഫോൺ വെക്കുകയാണ്. ശേഷം ഇപ്പോൾ അലീനയാണ് കാണിക്കുന്നത്. അലീന ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കയ്യിൽ പ്ലേറ്റ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ കതക് തുറക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അലീന ഇങ്ങനെ സാർ എന്ന് വിളിക്കുന്നു. സാറെന്ന് വിളിക്കുമ്പോഴാണ് ഓർക്കുന്നത്, അച്ഛൻ എന്ന് വിളിക്കണമെന്നാണല്ലോ പറഞ്ഞതെന്ന്. അങ്ങനെ 2-3 തവണ അച്ഛ എന്ന് വിളിക്കുന്നുണ്ട് അലീന. അങ്ങനെ ഇപ്പോൾ ബാലേന്ദ്രൻ വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. ഉടനെ അലീന ചോദിക്കുന്നുണ്ട്, എന്തിനാ വാതിലിന് ഇങ്ങനെ കുറ്റിയിട്ടിരിക്കുന്നത്? ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെ, ഈ ബാലചന്ദ്രൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. നീ എന്താ വിളിക്കുന്നതെന്ന് അറിയണ്ടേ, അതിനു വേണ്ടിയാ എന്നൊക്കെ പറയുന്നു. ഓഹോ, അതിനു വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് അലീന ചോദിക്കുമ്പോൾ, അതെ, നീ ആദ്യം സാറ എന്ന് വിളിച്ചതും അത് കഴിഞ്ഞ് അച്ഛ എന്ന് വിളിച്ചതും ഞാൻ കേട്ടു. ഇനി മേലാൽ ഇത് ആവർത്തിച്ചേക്കരുത് എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. ഉടനെ അലീന അപ്പോൾ പറയുന്നുണ്ട്, അയ്യോ, ഞാൻ കൊച്ചു കുഞ്ഞല്ലേ, ഇന്നലെ അങ്ങ് ജനിച്ചതല്ലേ ഉള്ളൂ, ഇന്നലെയല്ലേ ഞാൻ മോളായത്, അതുകൊണ്ടുള്ള അബദ്ധമാണ് എന്നൊക്കെ പറയുമ്പോൾ, ഇനി ഇത് ആവർത്തിച്ചേക്കരുത് എന്നൊക്കെ തമാശയോട് കൂടി അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അലീന ആഹാരമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ബാലചന്ദ്രന്. അതിനിടയ്ക്ക് ഇപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഒരു രസമുള്ളത് മോൾക്കും അച്ഛനും ഒരേ പ്രായമാണ് എന്നുള്ളതാണ് എന്നിങ്ങനെ പറയുന്നു. ഉടനെ അലീന പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അച്ഛാ. ഓർഫനേജിൽ വന്ന് അനാഥ കുട്ടികളെ ദത്തെടുക്കുന്നവരുണ്ട്. അവർ ആ എഗ്രിമെൻറ്റിലെല്ലാം സൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് അച്ഛനും അമ്മയൊക്കെ ആകുന്നത്. ആ കുഞ്ഞിന് മകളാകുന്നത് അല്ലെങ്കിൽ മകനാകുന്നത് അപ്പോഴാണ് എന്ന് പറയുമ്പോൾ ഉടനെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തേ ഈ കുഞ്ഞിനെ മാത്രം ആരും ദത്തെടുക്കാതിരുന്നത് എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എന്നെ ദത്തെടുക്കാൻ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് ചോദിച്ചതാണ്, പക്ഷേ ബ്രിജിത്താമ്മ കൊടുക്കാതിരുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ, അതെന്താ കൊടുക്കാതിരുന്നത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നു. ഈ അച്ഛന് വേണ്ടി കാത്തു സൂക്ഷിച്ചതാണ് എന്ന് അലീന പറയുമ്പോൾ, അത് സത്യം എന്നിങ്ങനെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. എന്നിട്ട് ഇപ്പോൾ അലീന പറയുന്നുണ്ട്, അതെ, ഫുഡൊക്കെ വേഗം കഴിച്ചോ, ഇപ്പോഴാണെങ്കിൽ 65 ഡിഗ്രി ചൂടുണ്ട്, ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആറിപ്പോകും, പിന്നെ ഉണ്ടാക്കി തരാൻ ഇവിടെ ആരുമില്ല എന്ന് പറയുന്നു. അതെന്താ എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അതെ, ഇവിടെ ജോലിക്കാരിയൊന്നുമില്ല, അതിനെ പിരിച്ചുവിട്ടു എന്നൊക്കെ പറയുന്നു.
അപ്പോൾ പിന്നെ ഇവിടെ ആരാ ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നത് എന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നു. ഉടനെ അലീന പറയുകയാണ്, ഇവിടുത്തെ ബാലേന്ദ്രൻ സാറിൻ്റെ മൂത്ത മകളാണ് ഇവിടുത്തെ ജോലിയൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ ബാലേന്ദ്രൻ ഭക്ഷണം കഴിക്കാനായി കൈയൊക്കെ കഴുകാനായി പോകുന്നുണ്ട്. അപ്പോൾ അലീന അതൊക്കെ എടുത്ത് വെക്കുന്നു. അങ്ങനെ ബാലേന്ദ്രൻ വന്നിട്ട് ഇങ്ങനെ അലീനയുടെ മുഖത്തേക്ക് കുറച്ച് നേരം നോക്കി നിൽക്കുന്നുണ്ട്. ആ കൈ ഇങ്ങനെ തന്നേ എന്ന് ബാലേന്ദ്രൻ പറയുന്നു. എന്നിട്ട് ആ കൈ പിടിച്ച് ആ കയ്യിലൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. ഇനി ഈ കൈകളല്ലേ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരേണ്ടത് എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് ഞാൻ ഇതെല്ലാം വാരിക്കോരി കൊടുത്തിട്ടുണ്ട്, നിനക്കല്ലേ തരാത്തത് എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ അലീന ആ ഉമ്മ കൊടുത്ത കൈ അതുപോലെ തന്നെ എടുത്തിട്ട് നെറ്റിയിൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രനെ കുറച്ച് നേരം നോക്കി എന്നിട്ട് പുറത്തേക്ക് പോകുന്നു. പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ അലീന അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ ബാലേന്ദ്രൻ ഇങ്ങനെ കേൾക്കാത്ത പോലെ ഇരിക്കുകയാണ്. കുറേ തവണ അലീന ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഇതെന്താ കേൾക്കാത്തത് കൊണ്ടാണോ വിളി കേൾക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അല്ല അച്ഛ എന്നുള്ള വിളി കേൾക്കാൻ വേണ്ടിയാ വിളി കേൾക്കാത്തതെന്ന്. അങ്ങനെ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ അലീന താഴേക്ക് ഇറങ്ങി വരികയാണ്. താഴെ ഇപ്പോൾ വൈജയന്തി സാരിയൊക്കെ കൊടുത്ത് റെഡിയായി പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ കൃഷ്ണമോള് വിളിച്ചിട്ട് വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, അമ്മ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞാൻ എവിടെയും പോകുമല്ല, എന്തേ പോണോ എന്ന് വൈജയന്തി ചോദിക്കുന്നു. അല്ല, അമ്മ ദൂരെ എവിടെയെങ്കിലും പോകുവാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടി വീട് വിട്ട് പോകുന്നതാണല്ലോ അമ്മയുടെ അവസാനത്തെ അടവ് എന്നിങ്ങനെ കൃഷ്ണമോള് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാനേതായാലും ഈ വീട് വിട്ടു പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഈ വീട്ടിലുള്ളവരെ ഇവിടുന്ന് പുറത്താക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നിങ്ങനെ പറയുന്നു. ഉടനെ കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മ വെറുതെ അച്ഛനോട് മത്സരിക്കാൻ നിൽക്കണ്ട. അങ്ങനെ മത്സരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ വീട്ടു തരത്തുമില്ല. അതുകൊണ്ട് അമ്മ ഈശ്വരനെ വിചാരിച്ച് മനസ്സിലെ ആ ദേഷ്യമൊക്കെ മാറ്റിവെച്ച് ഈ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ കൃഷ്ണമോള് പറയുമ്പോൾ വൈജയന്തി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ വീട്ടിൽ സമാധാനത്തോടെയാണോ ജീവിക്കുന്നത്, നീ അങ്ങനെയാണോ കണ്ടേക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മ അച്ഛനോട് മത്സരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ജയിക്കില്ല. അച്ഛൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അലീന ചേച്ചി ഉണ്ടാകും. അച്ഛൻ ഒരിക്കലും അലീന ചേച്ചി ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, ഇവളിവിടെ നിന്ന് കുറച്ച് ദിവസം അങ്ങ് റിസോർട്ടിൽ പോയി താമസിച്ചപ്പോഴേക്കും അച്ഛനും വളർത്തുപുത്രിയും പറയുന്നതേ അവൾ കേൾക്കൂ എന്നിങ്ങനെ പറയുകയാണ് വൈജയന്തി. അപ്പോൾ ഉടനെ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ നേരത്തെയും ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ അന്നും അലീന ചേച്ചിയെ സ്നേഹിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ കണ്ടാണ് അലീന ചേച്ചിയെ സ്നേഹിക്കുന്നത്. അലീന ചേച്ചിയും തിരിച്ച് അങ്ങനെ തന്നെയാണ് എന്നെയും ഇവിടെ ബബിത ചേച്ചിയെയും രോഹിതേട്ടനെയും എല്ലാം സ്വന്തം സഹോദരങ്ങളെപ്പോലെ കണ്ടു തന്നെയാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് വൈജയന്തിക്ക് വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കൃഷ്ണമോള് പറയുന്നുണ്ട്, അലീന ചേച്ചി ആരും കൂടുതൽ സ്നേഹിക്കുകയൊന്നും വേണ്ട, ഉപദ്രവിക്കാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ അമ്മ അങ്ങനല്ല ചെയ്തത്. ഉപദ്രവിച്ചു എന്ന് മാത്രമല്ല, ഇവിടെ നിന്നും വലിച്ചിറക്കി പുറത്തിടുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോള് ചോദിക്കുകയാണ്. അപ്പോഴും വൈജയന്തി ആകെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ദേഷ്യത്തോടെ ഓരോന്നും വൈജയന്തി കൃഷ്ണമോളെ പറയാൻ ചെല്ലുമ്പോൾ ബബിത പറയുന്നുണ്ട്, അവൾ എന്തെങ്കിലും പറയട്ടെ, അമ്മ ആവശ്യമില്ലാതെ വഴക്കിന് പോകണ്ട. ഉടനെ ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്, നിന്നെയൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ അച്ഛൻ അവളെ ഇവിടെ ദത്തുപുത്രിയായിട്ട് പ്രതിഷ്ഠിച്ചപ്പോൾ അതെല്ലാം കേട്ട് മിണ്ടാതെ നിന്നത് മക്കളല്ലേ നിങ്ങൾ എന്ന് ചോദിക്കുന്നു. ഉടനെ ബബിത ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അമ്മയ്ക്ക് അച്ഛനോട് മത്സരിച്ചിട്ട് ജയിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഞങ്ങളാണോ അച്ഛനോട് മത്സരിച്ച് ജയിക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഉടനെ വൈജയന്തി പറയുന്നുണ്ട്, ഏതായാലും തോറ്റു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോൾ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അമ്മയെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ച് ചെക്കപ്പ് ചെയ്തതിന് ശേഷം ബെൽറ്റൊക്കെ മാറി അമ്മയെ നേരെ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോയി വിടാൻ പോവുകയാണ്. അതിനുശേഷം അമ്മ ഇനി അവിടെ നിന്നാൽ മതി. അവളെ ഇവിടെ കൊണ്ടുവന്നത് അമ്മയെ നോക്കാനാണല്ലോ. അതുകൊണ്ട് അവൾ അവിടെ പോയി വേണമെങ്കിൽ അമ്മയെ നോക്കിയാൽ മതി. പിന്നുള്ളത് ദത്തുപുത്രി സ്ഥാനം. ആ സ്ഥാനം എടുത്തു കളയാൻ എനിക്കറിയാം. അത് ചാർത്തി കൊടുത്തവരെ കൊണ്ട് തന്നെ ഞാൻ അത് എടുത്ത് കളയിപ്പിക്കും എന്നൊക്കെ പറയുകയാണ് വൈജയന്തി. ഇത് കേട്ട് കൃഷ്ണമോൾ ഇപ്പോൾ പറയുന്നുണ്ട്, അമ്മ ഈ പണിക്കൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ വെറുതെ തോറ്റു പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു. ഇതൊക്കെ കണ്ട് വളരെയധികം ദേഷ്യത്തോടെ നിൽക്കുകയാണ് വൈജയന്തി. അങ്ങനെ വൈജയന്തി ഇപ്പോൾ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. ആ സമയം മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി അലീന മുത്തശ്ശിയെ റെഡിയാക്കി നടുവിന് ബെൽറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുത്തിട്ട്, ഇപ്പോൾ സുന്ദരിയായോ നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞ് കണ്ണാടിയിൽ ഇങ്ങനെ മുഖമൊക്കെ കാണിച്ച് അവർ രണ്ടുപേരും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വൈജയന്തി വരുന്നത്. വൈജയന്തി ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയുടെ ബാഗ് എന്ത് ചെയ്യുന്നു? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അത് അലമാരിയിൽ കാണുമെന്ന് പറയുന്നു. എന്നിട്ട് ആ ബാഗ് എടുത്തിട്ട് അത് തുറന്ന് അതിനകത്തേക്ക് മുത്തശ്ശിയുടെ കുറേ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്.
ഉടനെ ഇപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ കുറേ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒരു അക്ഷരം മിണ്ടാതെ അവിടെ ഇരുന്ന ബാഗിനകത്തേക്ക് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയാണ്. അത് തികയാതെ വരുമ്പോൾ പുറത്തേക്ക് പോയി വേറൊരു വലിയൊരു പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അതിനകത്ത് മുത്തശ്ശിയുടെ ഡ്രസ്സും മരുന്നും ഒക്കെ എടുത്ത് വെക്കുകയാണ്. വൈജയന്തി ഇതൊക്കെ ചെയ്യുന്നത് കണ്ട് മുത്തശ്ശി വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോഴും ഒരക്ഷരം മിണ്ടാതെ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈജയന്തി. ഇത് കണ്ടിപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്തിനാണ് മാഡം ഈ മരുന്നും സാധനങ്ങളും എല്ലാം എടുത്ത് വെക്കുന്നത്? അവിടെ അഡ്മിറ്റാക്കാൻ കൊണ്ടുപോകുവാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴും വൈജയന്തി ഒന്നും തന്നെ മിണ്ടുന്നില്ല. മുത്തശ്ശിയാണ് വളരെയധികം ടെൻഷനോടിരിക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ അതെല്ലാം എടുത്തു വെക്കുകയാണ് വൈജയന്തി. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്നെ എവിടേക്ക് കൊണ്ടുപോകുവാണെന്ന്? ഞാൻ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം അമ്മയെ അങ്ങ് കൊല്ലപ്പള്ളിയിൽ കൊണ്ടുവിടുകയാണ് എന്ന് വൈജയന്തി പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ വളരെ വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ, നീ എന്നെ കമലയുടെ അടുത്തേക്ക് കൊണ്ടുവിടാൻ പോവുകയാണോ? അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി ഇപ്പോൾ പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇവിടെ വന്ന് നിന്നതിന് ശേഷം ഇത്തിരി സുഖം കൂടിപ്പോയി. അമ്മയെ നോക്കേണ്ടത് ഞാനല്ല, എല്ലായിടത്തും ആൺമക്കളാണ് അമ്മയെ നോക്കുന്നത്. അതുകൊണ്ട് അമ്മ ഇനി അവിടെ കൊല്ലപ്പള്ളിയിൽ നിന്നാ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ മുത്തശ്ശി ഇങ്ങനെ വളരെ വിഷമത്തോടെ പറയുകയാണ്, നീ എന്നെ കമലയുടെ അടുത്തേക്ക് കൊണ്ടുവിടുന്നതിന് പകരം ഒരു കാര്യം ചെയ്യ്, ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തതിന് ശേഷം ആ റോഡിലേക്ക് അങ്ങ് ഇറക്കി വിട്ടേക്ക്. ഞാനവിടെ പിച്ചை ആണെങ്കിലും ജീവിച്ചോളാം എന്നൊക്കെ പറയുന്നു. മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടും വലിയ മൈൻഡൊന്നും കൊടുക്കാതെ നിൽക്കുകയാണ് വൈജയന്തി. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, നീയും റെഡിയായിട്ടിരുന്നു, നിന്നെയും ഞാൻ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുവിട്ടേക്കാം. നീ അമ്മയെ നോക്കാൻ വേണ്ടിയല്ലേ വന്നത്? ഇനി നീ കൊല്ലപ്പള്ളിയിൽ പോയി നിന്ന് അമ്മയെ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വളരെ ഗൗരവത്തോടെ തന്നെ വൈജയന്തി പുറത്തേക്ക് പോവുകയാണ്. ഉടനെ ഇപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ആ വീട്ടിലേക്ക് പോവില്ല മാഡം, ഞാൻ അവിടുത്തെ ജോലിക്കാരിയൊന്നുമല്ല. ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്, അതെ, നീ അവിടുത്തെ ജോലിക്കാരിയല്ല, അമ്മയുടെ കെയർ ഗീവർ അല്ലേ, നിനക്ക് ഞാൻ കുറച്ച് പ്രൊമോഷൻ തന്ന് അങ്ങോട്ട് വിട്ടാൽ മതി എന്ന് പറയുമ്പോൾ ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, എന്നെ അവിടുത്തെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതാണെന്ന്. ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്, അതെ, നിന്നെ പിരിച്ചുവിട്ടു, എന്നിട്ട് നീ ഇങ്ങോട്ട് തന്നെ തിരിച്ച് വന്നില്ലേ, അതുകൊണ്ടാ ഈ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനിപ്പോൾ വേലക്കാരിയോ ജോലിക്കാരിയോ ഒന്നുമല്ല, ഇവിടുത്തെ അച്ഛൻ്റെ മകളാണ് എന്ന് പറയുമ്പോൾ ഇത് കേട്ട് വൈജയന്തിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് വളരെ ദേഷ്യത്തോടെ ഇപ്പോൾ അലീനയോട് ചോദിക്കുകയാണ്, നിനക്ക് ആരടി ആ അധികാരം തന്നത്? ബാലചന്ദ്രൻ വാഗൊണ്ട് സ്വന്തം മകളായി അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ ഒരു പദവി കിട്ടുമെന്നാണോ നിൻ്റെ ഭാവം എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുകയാണ്, കിട്ടുമെന്നല്ല, കിട്ടിക്കഴിഞ്ഞു. ഇനി മുതൽ ആ ബാലേന്ദ്രൻ സാറ് എൻ്റെ അച്ഛനാണ്, ബാലേന്ദ്രൻ സാറിൻ്റെ അച്ഛനും മാഡം എൻ്റെ അമ്മയുമാണ് എന്ന് അലീന പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എന്നെ അമ്മയെന്ന് വിളിക്കാനോ? അത് ഒരിക്കലും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, എൻ്റെ അമ്മയാണ് മാഡം, അതാണ് സത്യം എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നത് കേട്ട് ഇങ്ങനെ മുത്തശ്ശി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.